Hi all, welcome to One's Coaching. Electrical and Electronics Measurements in the first chapter, the session. So, in last class, we stop the classification of analog instruments. Analog instruments in the classification. That's essential main torque in the analog instruments. That is damping torque, deflection torque, controlling torque. These torque we studied. So, indicating instruments connect നമ്മൾ പറയുമ്പോൾ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള മൂന്ന് ടോർക്കാണ് ഡിഫ്ലക്ഷൻ ടോർക്ക്, കൺട്രോളിംഗ് ടോർക്ക് ആൻഡ് ഡാമ്പിംഗ് ടോർക്ക്. ഡിഫ്ലക്ഷൻ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്, കൺട്രോളിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആസ് വെൽ ആസ് ഡാമ്പിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡാമ്പിംഗ് ടോർക്ക്. ഡാമ്പിംഗ് ടോർക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമ്മൾ പ്രീവിയസ് സെഷനിൽ കണ്ടു. വാട്ട് ഇസ് ഡാമ്പിംഗ് ടോർക്ക്? Damping torque is a torque which opposes the motion of the pointer and it will always act while our pointer is in the motion. അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ട കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡാമ്പിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ്. ഓക്കെ, ആ 3 മെത്തേഡ്സ് അല്ലെങ്കിൽ 4 മെത്തേഡ്സ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിൽ ഈ പറയുന്ന ഡാമ്പിംഗ് ടോർക്ക് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. Okay, this is one of the major topic which is coming under electrical measurements. Okay, so first let us see. So നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അനലോഗ് ഇൻസ്ട്രുമെൻസിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടാണ്. അതിൽ വരുന്ന മൂന്നാമത്തെ സെഷനാണ്. ഓക്കെ, സോ ലാസ്റ്റ് സെഷനിൽ വി ഹാവ് സ്റ്റോപ്ഡ് അറ്റ് ദിസ് പോയിന്റ്. ഓക്കെ, ദാറ്റ് ഇസ് വേരിയസ് മെത്തേഡ്സ് ഫോർ പ്രൊഡ്യൂസിങ് ടോർക്ക്. ഓക്കെ, ദാറ്റ് ഇസ് ഡാമ്പിംഗ് ടോർക്ക്. So we know that damping torque it will be acting in opposition to the motion of the pointer and it will act always when our pointer is in motion. Okay, damping torque എപ്പോഴും ആക്ട് ചെയ്യുന്നത് നമ്മുടെ പോയിന്റർ മോഷൻ കണ്ടീഷനിൽ ഇരിക്കുമ്പോഴായിരിക്കും ആൻഡ് ഇറ്റ് വിൽ ഓൾവേസ് ഒപ്പോസ് ദ മോഷൻ ഓഫ് അവർ പോയിന്റർ. ഓക്കെ, സോ നമുക്കറിയാം നമ്മുടെ പോയിന്റർ ആൻഡ് സ്കെയിൽ അറേഞ്ച്മെൻറ്റിൽ ഈ പറയുന്ന നീഡിൽ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വി ഷുഡ് ഹാവ് എ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. That deflecting torque you will be representing as TD. Okay, then along അല്ലെങ്കിൽ opposite to this deflecting torque will be having controlling torque. അപ്പോൾ ഡിഫ്ലക്ഷൻ ടോർക്ക് ഒരു സൈഡിലൂടെ ആക്ട് ചെയ്യും. ഈക്വൽ ടു ദാറ്റ് കൺട്രോളിംഗ് ടോർക്ക് വിൽ ബി ആക്ടിങ്. സോ ആസ് ദിസ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് ആക്ടിങ് ആൻഡ് കൺട്രോളിംഗ് ടോർക്ക് ഈസ് ആക്ടിങ്, അവർ പോയിന്റർ വിൽ ബി വൈബ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് പർട്ടിക്കുലർ മെഷർമെൻറ്റ് വാല്യൂ. ഓക്കെ, ആ പർട്ടിക്കുലർ മെഷർമെൻറ്റ് വാല്യൂ എത്തിക്കഴിയുമ്പോൾ ഇറ്റ് വിൽ വൈബ്രേറ്റ്. Okay, so what actually we should do, a particular measurement, for example 10 amps റീഡ് ചെയ്യുന്ന ആ ഒരു മീറ്റർ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ 10 ആംസിൽ ഈ പോയിന്റർ എന്ത് ചെയ്യണം, കറക്റ്റ് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് വൈബ്രേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് അത് സെറ്റിൽ ചെയ്യണം. ഓക്കെ, സോ ദാറ്റ് സെറ്റിലിംഗ് കണ്ടീഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ അവർ ഡാമ്പിംഗ് ടോർക്ക്. അപ്പോൾ ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഏതൊരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ അതിന് ഡാമ്പിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഇറ്റ് വിൽ ബി ഹാവിങ് various techniques. Okay, ആ ടെക്നിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓൾവേസ് യു ഷുഡ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ഡാമ്പിംഗ് ടോർക്ക് വിൽ ബി ആക്ടിങ് ഓപ്പോസിറ്റ് ടു ദ മോഷൻ ഓഫ് ദ പോയിന്റർ ആൻഡ് ഇറ്റ് വിൽ ബി ആക്ടിങ് ഓൺലി വൈൽ അവർ പോയിന്റർ ഈസ് ഇൻ ദ മൂവിങ് കണ്ടീഷൻ. മൂവിങ് കണ്ടീഷനിൽ മാത്രമേ അത് ആക്ട് ചെയ്യുള്ളൂ. ഓക്കെ, നൗ there are 3 methods of damping. ഈ ഒരു കേസ് നമ്മൾ ലാസ്റ്റ് സെഷനിൽ കണ്ടതാണ്. ഓക്കെ, എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഫസ്റ്റ് വൺ, fluid friction damping second one and eddy current damping. Okay, out of these 3, air friction damping, fluid friction damping, eddy current damping, ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഡാമ്പിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എഡി കറണ്ട് ഡാമ്പിംഗ്. ഓക്കെ, ഓൾമോസ്റ്റ് നമുക്ക് എഡി കറണ്ട് ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു സർക്കംസ്റ്റൻസസിലും വിൽ ബി ഓൾവേസ് ചൂസിങ് ദിസ് എഡി കറണ്ട് ഡാമ്പിംഗ്. ഓക്കെ, ദെൻ ലീസ്റ്റ് ചോയ്സ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദീസ് 3 ഏറ്റവും കുറവ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഡാമ്പിംഗ് ആണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്. സെക്കൻഡ് ചോയ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ എഡി കറണ്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ചോയ്സ് അല്ലെങ്കിൽ ദ സെക്കൻഡ് ഓപ്ഷൻ അക്കോർഡിംഗ് ടു ദ പ്രിഫറൻസ് ഇറ്റ് കംസ് ടു ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്ങും എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഡാമ്പിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എയർ ഫ്രിക്ഷനാണ്. Okay, but when compared with air friction damping and fluid friction damping, നമ്മൾ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് എടുത്തു കഴിയുമ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ഏതായിരിക്കും,
എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആയിരിക്കും. കാരണം ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിൽ വേറെ ഒരുപാട് ഡ്രോബാക്സ് വരും. ഓക്കെ, സോ എഡി കറണ്ട് ഡാമ്പിങ്ങിനായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ്. ദെൻ അക്കോർഡിംഗ് ടു ദ എക്യുപ്മെൻറ്റ്, ഒരു വെർട്ടിക്കലായിട്ട് നമ്മൾ വെക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് മൂവ്മെൻറ്റ് വരാത്തൊരു എക്യുപ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ, വിൽ ബി ഓൾവേസ് പ്രിഫർ ഫോർ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്. ഓക്കെ, ദെൻ ലീസ്റ്റ് ഡാമ്പിംഗ് ടോർക്ക് ഔട്ട് ഓഫ് ദീസ് ത്രീ, ലീസ്റ്റ് ഡാമ്പിംഗ് ടോർക്ക് ഈസ് പ്രൊവൈഡഡ് ബൈ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്. ഓക്കെ, സോ ലെറ്റ് us see all these three in common. നമ്മൾ PSCയിലൊക്കെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റൻ ആണ്, ഔട്ട് ഓഫ് ദീസ് ത്രീ ഡാമ്പിംഗ് ഏറ്റവും കൂടുതൽ ഡാമ്പിംഗ് ടോർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ തരുന്ന ഒരു മെത്തേഡ്, ഡാമ്പിംഗ് ടോർക്ക് തരുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എഡി കറണ്ട് ഡാമ്പിംഗ്. ഓക്കെ, സോ ലെറ്റ് us see one by one. ഓരോന്നിൻ്റെ കേസിലും എങ്ങനെയാണ് ഈ ഡാമ്പിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ലെറ്റ് us take this one, എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്. ഓക്കെ, സോ നമുക്കറിയാം നമ്മുടെ പോയിൻ്റർ ആൻഡ് സ്കെയിൽ അറേഞ്ച്മെൻറ്റ് ഇതാണ്. നമ്മുടെ പോയിൻ്റർ ആൻഡ് സ്കെയിൽ അറേഞ്ച്മെൻറ്റിൽ ഇതിൽ ഈ റെഡ് കാണുന്നതാണ് നമ്മുടെ പോയിൻ്റർ അറേഞ്ച്മെൻറ്റ്. ഓക്കെ, ദിസ് പോയിൻ്റർ വിൽ ബി മൂവിങ് ഓൺ അവർ സ്കെയിൽ അറേഞ്ച്മെൻറ്റ്. ഓക്കെ, സോ വെനെവർ എനി എഫക്റ്റ്, മാഗ്നറ്റിക് ഇഫക്റ്റ് ആയിക്കോട്ടെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഇഫക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻഡക്ഷൻ ടൈപ്പ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഇഫക്റ്റ് വരുമ്പോൾ വാട്ട് ഹാപ്പൻസ്, അക്കോർഡിംഗ് ടു ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് അവർ പോയിൻ്റർ വിൽ ബി ഡിഫ്ലക്റ്റിംഗ് ഓൺ അവർ സ്കെയിൽ. Okay, so what happens, this pointer will start moving over the scale. Okay, so you will be getting deflection. Now according to this ഈ പോയിന്റർ കണക്ട് ചെയ്തിരിക്കുന്നത് സ്പിൻഡിൽ അറേഞ്ച്മെൻറ്റിലേക്കാണ്. ദാറ്റ് വിൽ പ്രൊവൈഡ് ദ റിക്വയർഡ് കൺട്രോളിംഗ് ടോർക്ക്. ഒരു സ്പ്രിംഗ് അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും, ആ സ്പ്രിംഗ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും നമുക്ക് വേണ്ട കൺട്രോളിംഗ് ടോർക്ക് തരുന്നത്. ഇനി ആ പർട്ടിക്കുലർ മെഷർമെൻറ്റ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ വാല്യൂവിൽ നമ്മുടെ പോയിന്റർ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് അതിൽ വന്ന് സെറ്റിൽ ചെയ്യണം. അത് വളരെ ഈസി ആയിട്ട്, വളരെ ഫാസ്റ്റായിട്ട് സെറ്റിൽ ചെയ്യണം. നമുക്ക് കുറേ ടൈം ആ പോയിൻ്റർ ആൻഡ് സ്കെയിൽ അറേഞ്ച്മെൻറ്റിലേക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല. ഒരു 10 amps മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ അറ്റ് ദ ടൈം നമ്മൾ ആ അൺനോൺ ക്വാണ്ടിറ്റിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ദാറ്റ് പോയിൻ്റർ ഷുഡ് റീഡ്, അല്ലെങ്കിൽ ആ സ്കെയിൽ ഷുഡ് റീഡ് ദാറ്റ് പർട്ടിക്കുലർ 10 amps. ഓക്കെ, സോ സി ദിസ് സ്പിൻഡിൽ അറേഞ്ച്മെൻറ്റ് ഒരു എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങിൻ്റെ കേസിലാണെങ്കിൽ ദ സ്പിൻഡിൽ വിൽ ബി കണക്റ്റഡ് ടു എ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റ്. ഇതാണ് നമ്മുടെ ഈ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റ്. ഓക്കെ, ദിസ് സ്പിൻഡിൽ അറേഞ്ച്മെൻറ്റ് ഈസ് കണക്റ്റഡ് ടു ദ പിസ്റ്റൺ. Now this piston is maintained inside this piston, it is maintained inside an air chamber. ഓക്കെ, ഒരു എയർ ചേമ്പറിനകത്തായിരിക്കും നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. ഈ എയർ ചേമ്പറിൻ്റെ പ്രത്യേകത ഈ ഒരു സൈഡ് ഇറ്റ് ഈസ് ക്ലോസ്ഡ്. ഓക്കെ, ദിസ് സൈഡ് ഈസ് ക്ലോസ്ഡ് ആൻഡ് ദിസ് സൈഡ് opposite to it, this is open. Okay, so what happens when your deflecting torque is provided, the pointer will start moving on the scale. Controlling torque വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് ഈക്വൽ ആകുമ്പോൾ ഇറ്റ് സ്റ്റാർട്ട് സെറ്റിലിംഗ്. ഓക്കെ, സോ ആ ഒരു സെറ്റിൽ ചെയ്യുന്ന ആ ഒരു പീരീഡിൽ വാട്ട് ഹാപ്പൻസ്, ദ സ്പിൻഡിൽ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദിസ് പിസ്റ്റൺ. ഓക്കെ, സോ ഈ ഒരു പോയിൻ്റർ സ്കെയിൽ അറേഞ്ച്മെൻറ്റിന് connected to the spindle can have rotation in this direction or rotation in this direction. രണ്ട് ഡയറക്ഷൻ മാത്രമേ നമുക്ക് പോസിബിലിറ്റി ഉള്ളൂ അല്ലേ. ഈ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റ് ഇറ്റ് ക്യാൻ മൂവ് ടുവേർഡ്സ് ദ പിസ്റ്റൺ എയർ ചേമ്പർ, ദാറ്റ് ഈസ് ഇൻസൈഡ് ദ എയർ ചേമ്പർ ഓർ ഔട്ട്വേർഡ്. രണ്ട് ഡയറക്ഷനേ പോസിബിൾ ആവുള്ളൂ അല്ലേ. ഇപ്പോൾ പോയിൻ്റർ നമുക്ക് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ പിസ്റ്റൺ നേരെ ഡൗൺവേർഡ് ഡയറക്ഷൻ വരും. പോയിൻ്റർ നേരെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നേരെ ഈ പിസ്റ്റൺ ഇൻസൈഡിലേക്ക് മൂവ് ചെയ്യും. സോ ദർ ഈസ് 2 possibility. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഇൻസൈഡ് ദിസ് എയർ ചേമ്പർ ഐ ആം ഹാവിങ് എയർ ഫിൽഡ്. ഈ പിസ്റ്റൺ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് ഇതുവഴി പാസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടൈറ്റ് ചെയ്ത് പാസ് ചെയ്യുമ്പോൾ എന്ത് വരും, ഈ എയർ ചേമ്പറിൽ ഈ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് വരുമ്പോൾ സപ്പോസ് ഇറ്റ് ഈസ് മൂവിങ് ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ, വാട്ട് ഹാപ്പൻസ്, നമ്മുടെ പിസ്റ്റൺ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്തേക്ക് മൂവ് ചെയ്യും. ഇതിനകത്തേക്ക് മൂവ് ചെയ്യും തോറും എന്ത് പറ്റും, ഈ എയർ, അതിനകത്തുള്ള എയർ കംപ്രസ് ചെയ്ത് ദിസ് എയർ, ഈ കംപ്രസ്ഡ് എയർ ഇറ്റ് വിൽ എക്സേർട്ട് എ ഫോഴ്സ് ഓപ്പോസിറ്റ് ടു ഇറ്റ്. സോ ഫൈനലി വാട്ട് ഹാപ്പൻസ്, ദിസ് വിൽ കം ടു എ സെറ്റിലിംഗ് പോയിന്റ്. സപ്പോസ് ദിസ് ഇസ് മൂവിങ് ഔട്ട്വേർഡ്, ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിലോ വാക്യൂം ഈസ് ക്രിയേറ്റഡ്. ഓക്കെ, സോ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ എയർ വിൽ എക്സേർട്ട് എ ഫോഴ്സ് opposite to that so that it will settle, and suppose if it is moving in this direction, vacuum is created and that vacuum will oppose a force. Okay, so see, when piston moves inside, air pressure increases which will oppose the motion. Then
In the second case, when the piston is moving outside, vacuum is created which will oppose the motion. ഓക്കെ, അപ്പോൾ ഈ പിസ്റ്റൺ ഇൻസൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോഴും ഔട്ട്സൈഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോഴും രണ്ട് ഡയറക്ഷനിലും വാട്ട് ഹാപ്പൻസ്, ദിസ് പോയിന്റർ വിൽ ഈസിലി സെറ്റിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദിസ് എയർ പ്രഷർ അല്ലെങ്കിൽ വാക്വത്തിൽ നിന്ന് വരുന്ന ആ ഒരു എഫക്റ്റ് കാരണം. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഹാപ്പനിങ് ഇൻസൈഡ് ദ വാട്ട് എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്. ഓക്കെ, സോ എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പിസ്റ്റൺ അറേഞ്ച്മെൻറ്റ്. ഈ പിസ്റ്റൺ ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ലൈറ്റ് അലുമിനിയം ആൻഡ് ദിസ് aluminum piston it is attached to a moving system, this one, ഈ spindle arrangement ലേക്ക് moving and it will be moving freely inside this air chamber. ഓക്കെ, ഇപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് വന്നു, അതിന് ഈക്വലായിട്ട് കൺട്രോളിംഗ് ടോർക്ക് കിട്ടി, ഡാമ്പിംഗ് ടോർക്ക് ആ ഒരു സൈഡിൽ ആ ഒരു ഓസിലേഷൻ വരുമ്പോൾ കറക്റ്റായിട്ട് ഈ പിസ്റ്റൺ ഇതിനകത്തേക്ക് മൂവ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ പറയുന്ന പോയിൻ്റ് ആൻഡ് സ്കിൽ അറേഞ്ച്മെൻറ്റ് കറക്റ്റ് വാല്യൂവിൽ തന്നെ സെറ്റിൽ ചെയ്യും. ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് ഇൻസൈഡ് എ air friction damping. So, there is some drawbacks. The first drawback is that എന്താ ഒരു പ്രോബ്ലം, ഈ പിസ്റ്റൻ്റെ സൈസ്, ഓക്കെ, ഈ പിസ്റ്റൻ്റെ സൈസ് ഈ എയർ ചേംബറിൻ്റെ വോളിനോട് കറക്റ്റായിട്ട് ആ ഒരു പോസിബിലിറ്റി ഉണ്ടാവണം. ഇല്ലെങ്കിൽ എന്താ കുഴപ്പം, ഈ പിസ്റ്റൻ്റെ സൈസും എയർ ചേംബറിൻ്റെ സൈസും വ്യത്യാസം ഉണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ഈ എയർ കംപ്രഷൻ ആസ് വെൽ ആസ് വാക്വം ആ ക്രിയേഷനെ അഫക്റ്റ് ചെയ്യും. എയർ പ്രഷർ ക്രിയേഷൻ ആസ് വെൽ ആസ് വാക്വം ആ രണ്ട് കേസിനെയും അഫക്റ്റ് ചെയ്യും. അൾട്ടിമേറ്റ്ലി വി വിൽ നോട്ട് ഗെറ്റ് എ പെർഫെക്റ്റ് ഡാമ്പിംഗ്. ദാറ്റ് ഇസ് വൺ ഓഫ് ദ മേജർ ഡ്രോബാക്ക് ഇൻസൈഡ് ദിസ്. Another drawback is that the damping torque, okay, the damping torque provided by air is very less. Okay, the torque due to damping, okay, damping torque, okay, which is produced by this air friction damping is very less when compared to fluid friction damping as well as eddy current damping. ബാക്കിയുള്ള എല്ലാ ഡാമ്പിംഗ് സിസ്റ്റത്തിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങിൻ്റെ ഡാമ്പിംഗ് ടോർക്കാണ് വളരെ കുറവ്. ഓക്കെ, സോ ദിസ് സിസ്റ്റം അല്ലെങ്കിൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഡാമ്പിംഗ് എഫക്റ്റ് വളരെ കുറവാണ് വെൻ കമ്പയർ ടു ദ അതർ. ഓക്കെ, ഇനി ഇതേ കേസ് ഈ പറയുന്ന പിസ്റ്റൺ അറേഞ്ച്മെൻറ്റ് ഇൻസൈഡ് ആൻ എയർ ചേംബറിൻ്റെ വേറൊരു മോഡിഫിക്കേഷൻ ആണ് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്. സി ദ സെയിം സിസ്റ്റം ഇൻ വിച്ച് ദിസ് സ്പിൻഡിൽ അറേഞ്ച്മെൻറ്റ് നമുക്കുണ്ട്. ഓക്കെ, ഈ സെയിം സ്പിൻഡിൽ, ഇവിടെയുള്ള ഈ സെയിം സ്പിൻഡിൽ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ഓക്കെ, ദിസ് സ്പിൻഡിൽ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ വെയിൻ അറേഞ്ച്മെൻറ്റ്. ഓക്കെ, ഒരു വെയിൻ അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഈ സ്പിൻഡിൽ നമുക്കറിയാം ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും വരുന്നതിനനുസരിച്ച് ഈ സ്പിൻഡിൽ മോഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് കാരണം വി ഹാവ് ടു എൻഷുർ പെർഫെക്റ്റ് ഡാമ്പിംഗ് ഇൻ ഓർഡർ ടു ഗെറ്റ് ദ കറക്റ്റ് വാല്യൂ. ഓക്കെ, സോ ദാറ്റ് സ്പിൻഡിൽ അറേഞ്ച്മെൻറ്റ് ഈസ് കണക്റ്റഡ് ടു എ വെയിൻ സിസ്റ്റം. ഓക്കെ, സോ ദിസ് വെയിൻ സിസ്റ്റം, ഇത് കണ്ടോ, ഈ വെയിൻ സിസ്റ്റം നമ്മൾ പ്രീവിയസ് കേസിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് പ്രീവിയസ് കേസിലെ പോലെ ഒരുപാട് ടൈറ്റ് അല്ല. ഓക്കെ, ആ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റും എയർ ചേംബർ അറേഞ്ച്മെൻറ്റും തമ്മിൽ ഒരുപാട് ടൈറ്റ് അല്ല, ഒരു ലൂസ് അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, അപ്പോൾ ഈ വെയിൻ അറേഞ്ച്മെൻറ്റിന്, ഓക്കെ, ദിസ് വെയിൻ അറേഞ്ച്മെൻറ്റ് ക്യാൻ ഈസിലി മൂവ് ഇൻ clockwise direction as well as anti-clockwise direction in a sector shaped air chamber. Okay, so compared to this piston arrangement, okay, vein arrangement is preferred in air friction damping. Okay, air friction damping le ee parayna piston arrangement veche compare cheyumbo ee vein system arrangement inside a closed sector shaped box is preferred compared to the piston arrangement. Okay, why? Because ഈ കേസിൽ നമുക്കറിയാം പിസ്റ്റൺ ഒന്ന് ടൈറ്റ് ആയിരിക്കണം. കണ്ടോ, പിസ്റ്റൺ ഇറ്റ് ഷുഡ് ബി ടൈറ്റ്ലി അറേഞ്ച്ഡ് ഇൻ ദ എയർ ചേംബർ. ബട്ട് ഈ കേസിൽ വെയിൻ ഒന്ന് ലൂസായിട്ട് അറേഞ്ച് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡിഫ്ലക്ഷൻ ടോർക്ക് കറക്റ്റായിട്ട് നമുക്ക് അവൈലബിൾ ആവാൻ പറ്റും. ഓക്കെ, സോ കമ്പയർ ടു ദ സിസ്റ്റം വെയിൻ അറേഞ്ച്മെൻറ്റ് ഇൻസൈഡ് എ സെക്ടർ ഷേപ്ഡ് എയർ ചേംബർ ഈസ് പ്രിഫേർഡ്. ഓക്കെ, ബട്ട് ഓവറോൾ when you are taking എയർ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എയർ തരുന്ന ഒപ്പോസിഷൻ ഡാമ്പിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ അത്ര സാറ്റിസ്ഫാക്ടറി അല്ല. ഓക്കെ, സോ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് യൂസ് ചെയ്ത് കിട്ടുന്ന ഡാമ്പിംഗ് ടോർക്ക് ഈസ് വെരി ലെസ്. ദാറ്റ് ഈസ് അവർ കൺക്ലൂഷൻ.
Okay, torque due to damping in case of air friction damping is very less. Okay, now let us move on to the next session. Okay, that is fluid friction damping. Okay, but air friction damping fluid friction damping പഠിക്കാനുള്ള easy method. Air friction damping in a medium എന്തായിരുന്നു? Air ആണ്. Okay, അപ്പോൾ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എയർ കംപ്രസ് ചെയ്യുന്നു, ഇറ്റ് വിൽ എക്സേർട്ട് an opposite force. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ വാക്വം ഈസ് ക്രിയേറ്റഡ്, വാക്വം ഈസ് ഒപ്പോസിങ് ദ ഫോഴ്സ്. ഓക്കെ, സോ എയർ വാക്വം രണ്ട് കേസാണ്. ഓക്കെ, ഈ സെയിം എയർ എന്ന് പറയുന്ന മീഡിയം ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ ഓയിൽ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഓയിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് ഹാവിങ് വിസ്കോസിറ്റി. ഓക്കെ, സോ ദാറ്റ് വിസ്കസ് ഫോഴ്സ് അല്ലെങ്കിൽ വിസ്കോസിറ്റി കൊണ്ട് ഉണ്ടാവുന്ന ടോർക്ക് ഇറ്റ് വിൽ എക്സേർട്ട് സം ഫോഴ്സ്. ഓക്കെ, ദാറ്റ് ഫോഴ്സ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊവൈഡിങ് ഡാമ്പിങ്. ഓക്കെ, സോ എയർ മീഡിയം മാറ്റി നമ്മൾ എന്ത് ചെയ്യും? ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഓയിൽ വെച്ച് ആ സർഫസ് അല്ലെങ്കിൽ ആ ഒരു ഏരിയനെ കവർ ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് fluid friction damping. Okay, so fluid friction damping it is similar to air friction damping, but oil is used instead of air. Okay, so air replace ചെയ്തിട്ട് നമ്മൾ ഓയിൽ വെച്ച് റീപ്ലേസ് ചെയ്യും. ഓക്കെ, സോ ഈ ഓയിലിൻ്റെ പ്രത്യേകത, ഓയിൽ ഇറ്റ് വിൽ ബി പ്രൊവൈഡിങ് മോർ ഡാമ്പിംഗ് ടോർക്ക് കമ്പയർഡ് ടു എയർ ഡ്യൂ ടു ദ വിസ്കോസിറ്റി. Okay, due to the viscosity it will be exerting more damping torque or damping force compared to air. Okay, so ഇത് പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. ഈ ഫസ്റ്റ് ഫിഗറിൽ രണ്ട് ഫിഗറാണ്, ഫസ്റ്റ് ഫിഗർ, സെക്കൻഡ് ഫിഗർ. ഓക്കെ, സോ ഈ ഫസ്റ്റ് ഫിഗറിൽ സി വി ആർ ഹാവിങ് എ ക്ലോസ്ഡ് ചേംബർ. ഓക്കെ, ഈ ക്ലോസ്ഡ് ചേംബർ ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് ഓയിൽ. ഓക്കെ, ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് ഓയിൽ. ദെൻ ഇൻസൈഡ് ദിസ് നമ്മുടെ സ്പിൻഡിൽ ആ റൊട്ടേറ്റിംഗ് പാർട്ടിനെ, ആ റൊട്ടേറ്റിംഗ് പാർട്ട് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ ഡിസ്ക്. ഓക്കെ, സിംഗിൾ ഡിസ്ക് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഈ സിംഗിൾ ഡിസ്ക് അറേഞ്ച്മെൻറ്റിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു പാർട്ടിനെ ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്, ഈ റൊട്ടേഷൻ ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും അത് ആക്ട് ചെയ്യുന്ന ടൈമിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് when it is greater than controlling torque, the needle will move in one direction. When controlling torque is more, it will move in another direction. Okay, so ആ ഒരു ഓസിലേഷൻ, ഓക്കെ, ആ ഒരു ഓസിലേഷൻ നമുക്ക് ഇവിടെ റൊട്ടേഷൻ ആയിട്ട് കിട്ടും. ഓക്കെ, ദാറ്റ് റൊട്ടേഷൻ ഈസ് കണക്റ്റഡ് ടു ദിസ് ഡിസ്ക്. സോ വാട്ട് ഹാപ്പൻസ്, ഈ ഡിസ്ക് ഈ ഫ്ലൂയിഡിനകത്ത് കിടന്ന് റൊട്ടേറ്റ് ചെയ്യും. ബട്ട് വി നോ ദാറ്റ് ദിസ് ഓയിൽ വിൽ എക്സേർട്ട് സം വിസ്കസ് ഫോഴ്സ്. ഓക്കെ, ആ വിസ്കസ് ഫോഴ്സ് ഇറ്റ് വിൽ ബി ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ടു ദ deflection of this disc in order to settle down that particular needle, point and scale arrangement. ഓക്കെ, അപ്പോൾ ഈ ഒരു സിസ്റ്റമാണ് നമ്മൾ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഈ സെയിം സിസ്റ്റം ഒരു സിംഗിൾ വെയിൻ അല്ലെങ്കിൽ സിംഗിൾ ഡിസ്ക് അറേഞ്ച്മെൻറ്റിന് പകരം നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള വെയിൻ അറേഞ്ച്മെൻറ്റ് ചൂസ് ചെയ്യാം. ഉണ്ടോ, ഈ സെൻറ്ററിൽ വരുന്നതാണ് നമ്മുടെ സ്പിൻഡിൽ. ഓക്കെ, മൾട്ടിപ്പിൾ, ഇവിടെ നമുക്ക് 4 വെയിൻസ് ആണ് അവൈലബിൾ. ഓക്കെ, സോ ഈ 4 വെയിൻസിലേക്ക് ഈ പറയുന്ന നമ്മുടെ സ്പിൻഡിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ദിസ് വെയിൻസ് ഓൾ ടുഗദർ ഇറ്റ് വിൽ ബി റൊട്ടേറ്റിംഗ് ഇൻ വൺ ഡയറക്ഷൻ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ ഇറ്റ് ക്യാൻ റൊട്ടേറ്റ്. അല്ലേ, ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാം. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദാറ്റ് വാട്ട് ഹാപ്പൻസ്, ദിസ് viscosity of this oil or fluid will be acting in opposite to the vein arrangement. Okay, so what happens, ultimately we will be getting the damping force. അപ്പോൾ കമ്പയർഡ് ടു എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് വെൻ വി ആർ യൂസിങ് ഫ്ലൂയിഡ് ഓർ ഓയിൽ എന്താ പ്രത്യേകത, വിസ്കോസിറ്റി എന്ന് പറയുന്ന ഈ എഫക്റ്റ് കാരണം ആ വിസ്കസ് ഫോഴ്സ്, ഓക്കെ, ആ വിസ്കസ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന ഡാമ്പിംഗ് ടോർക്ക്, ഓക്കെ, വിസ്കസ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന ഡാമ്പിംഗ് ടോർക്ക് എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങിന് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, സോ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ടോർക്ക് വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ എഫക്റ്റീവായിട്ട് ഡാമ്പിംഗ് കിട്ടും. ബട്ട് മോസ്റ്റ് ഓഫ് ദ കേസ് വി വിൽ നോട്ട് ബി യൂസിങ്, അല്ലെങ്കിൽ ഈ കെൽവിൻ ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്റേഴ്സിലല്ലാതെ, ഓക്കെ, ഇത് നമ്മൾ അടുത്ത സെഷനിലൊക്കെ പഠിക്കും. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്റേഴ്സ് നമ്മൾ പഠിക്കും. അത് കെൽവിൻ ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്റേഴ്സിലല്ലാതെ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഡാമ്പിംഗ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാറില്ല. അതിൻ്റെ ഫസ്റ്റ് റീസൺ,
ഓക്കെ, നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ മീറ്റേഴ്സും പോർട്ടബിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ഇത് ഈ പറയുന്ന മെഷറിംഗ് സിസ്റ്റംസ് അല്ലെങ്കിൽ മെഷർമെൻറ്റ് എക്യുപ്മെൻറ്റ്സ് എല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്ത് പറ്റും, വളരെ ഈസി ആയിട്ടും ഫാസ്റ്റായിട്ടും ഒക്കെ നമുക്ക് മൂവ്മെൻറ്റ് ചെയ്യേണ്ടി വരും. സോ ഈ പറയുന്ന ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് നമ്മൾ എംപ്ലോയ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സിസ്റ്റം അതിനകത്തേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ എൻ്റയർ സിസ്റ്റം ക്യാൻ ബിക്കം ബൾക്കി, ഫസ്റ്റ് കണ്ടീഷൻ. ഇനി ഇതിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ഓയിൽ, ഈ പറയുന്ന ഓയിലിന് ഇറ്റ് ക്യാൻ കോസ് ലീക്കേജ് ഫ്രം ദിസ് എൻക്ലോസ്ഡ് ടാങ്ക്. ഓക്കെ, ഈ ഓയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ എൻക്ലോസ്ഡ് ടാങ്കിൽ നിന്ന് ലീക്കേജ് വരാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ലീക്കേജ് ഈസ് വൺ ഓഫ് ദ മെയിൻ പ്രോബ്ലം ആൻഡ് ദ എൻ്റയർ സിസ്റ്റം ഇഫ് യു ആർ ഇൻകോപ്പറേറ്റിംഗ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഇറ്റ് ബിക്കംസ് ബൾക്കി. ഓക്കെ, അപ്പോൾ ബൾക്കിനെസ്സും ലീക്കേജും ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ് പ്രിഫർ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ബട്ട് കെൽവിൻ ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്റേഴ്സിൽ ഓക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. കെൽവിൻ ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്റേഴ്സിൻ്റെ കേസിൽ വി വിൽ ബി എംപ്ലോയിങ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങിനേക്കാളും ഡാമ്പിംഗ് ടോർക്ക് തരുന്ന ഒരു മെത്തേഡാണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. ബട്ട് വി വിൽ നോട്ട് ബി പ്രിഫറിങ് ദിസ് മെത്തേഡ് ഓവർ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്. Okay, now we move on to the next type of damping. This is the most employed damping technique. Okay, this is known as eddy current damping. Okay, നമ്മൾ യൂസ് ചെയ്യുന്നിരിക്കുന്ന ഇൻഡക്ഷൻ ടൈപ്പ് മീറ്റേഴ്സ്, എനർജി മീറ്റേഴ്സ്, വാട്ട് മീറ്റേഴ്സ്, അതുപോലെയുള്ള എല്ലാ മീറ്റേഴ്സിലും എംപ്ലോയ് ചെയ്യുന്ന ഡാമ്പിംഗ് ടെക്നിക്കാണ് എഡി കറണ്ട് ഡാമ്പിംഗ്. ഓക്കെ, എഡി കറണ്ട് ഡാമ്പിംഗ് ഇറ്റ് ഈസ് ഓഫ് ടു ടൈപ്സ്. ഓക്കെ, ഇറ്റ് ഈസ് ഓഫ് ടു ടൈപ്സ്. മെറ്റൽ ഡിസ്ക് ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ മെറ്റൽ ഫോർമർ ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഇതിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ടും നമ്മൾ എഡി കറണ്ട് ഡാമ്പിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ടോപ്പിക്ക്, മെഷർമെൻറ്റ്സ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ടോപ്പിക്ക് ഇതാണ്, മെറ്റൽ ഡിസ്ക് ടൈപ്പാണ്. ഓക്കെ, സോ സി ദിസ് ഇസ് ദ പിക്ചർ, ഒരു ആക്ച്വൽ റെപ്രസെൻറ്റേഷൻ ആണ് ഈ ഫിഗർ. ഓക്കെ, നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഇതിൻ്റെ പാർട്സ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫിഗർ നമ്മൾ യൂസ് ചെയ്ത് ഫിസിക്കലായിട്ട് നമുക്കത് കാണാൻ പറ്റും അതിൻ്റെ പാർട്സ്. അത് അതിൻ്റെ പിക്ടോറിലായിട്ട് റെപ്രസെൻറ്റേഷനാണ് നിങ്ങൾക്ക് സെക്കൻഡ് ഫിഗറിലുള്ളത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എനർജി മീറ്റർ അല്ലെങ്കിൽ വാട്ട് മീറ്റർ അല്ലെങ്കിൽ ഇൻഡക്ഷൻ ടൈപ്പ് ഇതിലൊക്കെ ഈ പറയുന്ന മെറ്റൽ ഡിസ്ക് ടൈപ്പ് എഡി കറണ്ട് ഡാമ്പിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മെറ്റൽ ഡിസ്ക് ടൈപ്പ്. ഓക്കെ, സോ നമുക്ക് ഇതാണ് നമ്മുടെ പോയിൻ്റ് ആൻഡ് സ്കെയിൽ അറേഞ്ച്മെൻറ്റ്. ഞാനൊരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുകയാണ്. So what happens? Deflecting torque will be produced. Deflecting torque will be deflecting my needle from 0 to that particular value. Controlling torque will be acting opposite to that. My needle will start settling at a particular value. അപ്പോൾ ഈ സെറ്റിൽ ചെയ്യുന്ന ഈ ഒരു ടൈമിൽ what happens? Oscillations will be there. Okay, so ഈ pointer and scale arrangement it is connected to a disc. Okay, this is my disc. ഇതാണ് നമ്മുടെ ഡിസ്ക്. So as my pointer and scale rotates, pointer സ്കെയിലിൻ്റെ പുറത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ദിസ് ഡിസ്ക് വിൽ സ്റ്റാർട്ട് റൊട്ടേറ്റിംഗ്. ഓക്കെ, ആ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യും. ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നോക്കുക, ഈ ഇതാണ് നമ്മുടെ സ്പിൻഡിൽ അറേഞ്ച്മെൻറ്റ് അല്ലേ. ഈ സ്പിൻഡിൽ അറേഞ്ച്മെൻറ്റിലാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന ഡിസ്ക് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഡിസ്കിൻ്റെ ഒരെൻഡിൽ ഓക്കെ, ഈ ഡിസ്കിൻ്റെ ഒരെൻഡിൽ ഐ ഹാവ് പ്ലേസ്ഡ് എ മാഗ്നറ്റ്. This magnet is known as damping magnet. Okay, ഈ ഡിസ്കിൻ്റെ ഒരു എൻഡിൽ ഓക്കെ ഐ ഹാവ് പ്ലേസ്ഡ് എ ഡാമ്പിംഗ് മാഗ്നറ്റ്. ഡാമ്പിംഗ് മാഗ്നറ്റ് നമുക്കറിയാം, മാഗ്നറ്റ് ആണെങ്കിൽ അതിന് ഒരു രണ്ട് പോൾസ് വരും, നോർത്ത് പോൾ ഉണ്ടാവും, അതിനൊരു സൗത്ത് പോൾ ഉണ്ടാവും. സോ വാട്ട് ഹാപ്പൻസ്, ദിസ് ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ നമ്മുടെ മാഗ്നറ്റിക് ലൈൻസ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, മാഗ്നറ്റിക് ലൈൻസ് പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ വാട്ട് ഹാപ്പൻസ് വെൻ ദിസ് ഡിസ്ക് ഈസ് റൊട്ടേറ്റിംഗ്, ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വാട്ട് ഹാപ്പൻസ്, ഈ മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സിനെ അത് കട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് പറ്റും, ഇവിടെ EMF ഇൻഡ്യൂസ് ചെയ്യും. സോ അവിടെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള കറണ്ട് ഫ്ലോൻ്റെ പാത്ത് ഉണ്ടാവും. ദാറ്റ് കറണ്ട് ഈസ് നോൺ ആസ് എഡി കറണ്ട്സ്. ഓക്കെ, ദാറ്റ് എഡി കറണ്ട്സ് വാട്ട് ഇറ്റ് വിൽ ഡു, ഇറ്റ് വിൽ ഒപ്പോസ് ദ കോസ് ഓഫ് ഇറ്റ്സ് പ്രൊഡക്ഷൻ. അപ്പോൾ എന്താണ് അതിൻ്റെ കോസ് ഓഫ് പ്രൊഡക്ഷൻ? കോസ് ഓഫ് പ്രൊഡക്ഷൻ അതിൻ്റെ മോഷനാണ്. സോ അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ ഗോ ടു സ്റ്റേഷനറി കണ്ടീഷൻ.
ഓക്കെ. സോ നമുക്ക് സ്പിൻഡിൽ അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഈ സ്പിൻഡിൽ അറേഞ്ച്മെൻറ്റിൽ ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യും. ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറയുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെ അത് കട്ട് ചെയ്യും. മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് EMF ഇൻഡ്യൂസ് ചെയ്യും. ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ദ സർക്കുലേഷൻ കറണ്ട്. ദാറ്റ് സർക്കുലേഷൻ കറണ്ട് വിൽ ഓൾവേസ് ഒപ്പോസ് ദ കോസ് ഓഫ് ഇറ്റ്സ് പ്രൊഡക്ഷൻ. ഹെൻസ് ദിസ് വിൽ കം ടു സ്റ്റേഷനറി. ആ ഡിസ്കിൻ്റെ റൊട്ടേഷൻ ആണ് അതിൻ്റെ കോസ് ഓഫ് ഇറ്റ്സ് മോഷൻ. സോ അതിനെ ആ ഒരു സ്റ്റേഷനറി കണ്ടീഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഓക്കെ. സോ ദിസ് മെറ്റൽ ഡിസ്ക് ടൈപ്പ്, ഓക്കെ, മെറ്റൽ ഡിസ്ക് ടൈപ്പ് എഡി കറണ്ട് ഡാമ്പിംഗ് സിസ്റ്റം, ഓക്കെ, നമ്മൾ സാധാരണ പ്രിഫർ ചെയ്യുന്നത് ഒരു പെർമനൻ്റ് മാഗ്നറ്റിക് എഫക്റ്റ് അല്ലെങ്കിൽ പെർമനൻ്റ് മാഗ്നറ്റ് ഇല്ലാത്ത ഒരു കേസ്. ഓക്കെ, പെർമനൻ്റ് മാഗ്നറ്റ് ഉള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ വിൽ ഗോ ഫോർ മെറ്റർഫോർമർ ഡാമ്പിംഗ്, എഡി കറണ്ട് ഡാമ്പിംഗ്. ഓക്കെ. സോ പെർമനൻ്റ് മാഗ്നറ്റ് ഇല്ലാത്ത ഒരു കേസിലാണ് നമ്മൾ ഈ സിസ്റ്റംസ് എംപ്ലോയ് ചെയ്യുന്നത്. ഓക്കെ. ഈ പറയുന്ന ഡാമ്പിംഗ് മാഗ്നറ്റ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഫിറ്റ് ചെയ്യുന്ന ഒരു കേസാണ്. ഓക്കെ, എക്സ്ട്രാ ആയിട്ട് ഡാമ്പിംഗ് മാഗ്നറ്റ് യൂസ് ചെയ്ത് ഈ പറയുന്ന അലുമിനിയം ഡിസ്കിലേക്ക് ലോക്കലൈസ്ഡ് കറണ്ട് എഡി കറണ്ട്സ് ഫോം ചെയ്ത് ആ എഡി കറണ്ട്സ് ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് അൾട്ടിമേറ്റ്ലി റിസൾട്ട് ഇൻ ദ സ്റ്റോപ്പിംഗ്. ആ ഒരു റൊട്ടേഷൻ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ. സോ ഇതേ സിസ്റ്റം ഇതാ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഇതാണ് നമ്മുടെ മാഗ്നറ്റ്. കണ്ടോ, ഈ മാഗ്നറ്റ് നമ്മുടെ പോയിൻ്റ് സ്കെയിൽ അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഈ പോയിൻ്റ് ആൻഡ് സ്കെയിൽ അറേഞ്ച്മെൻറ്റ് ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും ഡിപ്പെൻഡ് ചെയ്ത് അത് റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ ഡിസ്ക്, ദിസ് ഇസ് മൈ ഡിസ്ക്, ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യും. സോ ഈ പറയുന്ന ലൈൻസ് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കുള്ള മാഗ്നറ്റിക് ലൈൻസിനെ കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ formation of eddy currents. That eddy current will oppose the cause of its motion and hence it comes to stationary condition. Okay, so this is how we will employ a metal disc type eddy current damping. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് എനർജി മീറ്റേഴ്സിലും വാട്ട് മീറ്റേഴ്സിലും ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻസിലും എല്ലാം നമ്മൾ യൂസ് ചെയ്യും. Now suppose you are having a permanent magnet inside that instrument. നമുക്കൊരു മാഗ്നറ്റിക് ഇഫക്റ്റ് ഉള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലെങ്കിൽ പെർമനൻ്റ് മാഗ്നറ്റ് അവിടെ ഉള്ള ഒരു കേസാണെന്ന് വിചാരിക്കാം. നോർത്ത് പോൾ അവൈലബിൾ ആണ്, ഒരു മാഗ്നറ്റിക് സിസ്റ്റം അവൈലബിൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പോൾസ് അവിടെ ക്രിയേഷൻ ഉണ്ടാവും. സോ വാട്ട് ഹാപ്പൻസ്, ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രം നോർത്ത് ടു സൗത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് പാസ് ചെയ്യും. ഓക്കെ. സോ ഇത് എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യും, ഒരു മെറ്റൽ ഫോർമർ, ഓക്കെ, ഈ പറയുന്നൊരു മെറ്റൽ ഫോർമർ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇതിനകത്തേക്ക് ഇൻസ്ക്രൈബ് ചെയ്യും. ഓക്കെ. നമ്മുടെ മൂവ് ചെയ്യുന്ന പാർട്ട് ഏതാ, ഇതാണ് ഈ സ്പിൻഡിൽ അറേഞ്ച്മെൻ്റ് ആണ് നമ്മുടെ മൂവ് ചെയ്യുന്ന പാർട്ട്. ഈ എക്സ്ട്രാ പറയുന്ന സ്പിൻഡിൽ അറേഞ്ച്മെൻറ്റിലേക്ക് നമ്മൾ ഈ പറയുന്ന ഒരു ഫോർമർ അറേഞ്ച്മെൻറ്റ്, ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ നമ്മൾ ഇൻസ്ക്രൈബ് ചെയ്യും. ഇതിൻ്റെ ഈ പറയുന്ന രണ്ട് എൻഡ്സിലും വിൽ അറ്റാച്ച് 2 coils. Okay, this is a coil and this is also coil. So what happens when this comes to motion, ഈ സ്പിൻഡിൽ റൊട്ടേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വാട്ട് ഹാപ്പൻസ്, ഈ സർക്കുലേറ്റിംഗ് കറണ്ട്സ് വിൽ ബി ഇൻസ്ക്രൈബ്ഡ് ഓവർ ദിസ് മെറ്റൽ ഫോർമർ. ഓക്കെ. സോ മെറ്റൽ ഫോർമറിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്ക്രൈബ് ചെയ്യുമ്പോൾ എഡി കറണ്ട്സ് ഫോം ചെയ്യും. Eddy currents automatically it will oppose the cause of its motion and ultimately this will comes to stationary condition. Okay, so this is metal former type eddy current damping. This is used where permanent magnets are available. Permanent magnets available ആയിട്ടുള്ള കേസ് ആണെങ്കിൽ we will be always going for these type of damping. Okay, so we have discussed 3 types of damping. First one, air friction damping. ഓക്കെ, ഞാൻ TDA എന്നാണ് നോട്ട് ചെയ്യുന്നത്. ഡാമ്പിംഗ് ടോർക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്. ദെൻ ഡാമ്പിംഗ് ടോർക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. ദെൻ ലാസ്റ്റ് വൺ ഡാമ്പിംഗ് ടോർക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ എഡി കറണ്ട്. ഇത് നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഡാമ്പിംഗ് ടോർക്ക് തരുന്ന ഒരു ഡാമ്പിംഗ് സിസ്റ്റം ഇറ്റ് വിൽ ബി എഡി കറണ്ട്. ഓക്കെ. സെക്കൻഡ് വൺ ഇറ്റ് വിൽ ബി fluid friction and third one it will be air friction. So suppose you are arranging like this in the order of damping torque. First position goes to eddy current damping, second position goes to fluid friction damping and third position goes to air friction damping. So when you are comparing all these 3 types of damping, air friction damping, fluid friction damping, eddy current damping, eddy current damping provide ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ we will always choose this type. ഓക്കെ. സോ അതിനാണ് ഫസ്റ്റ് പ്രിഫറൻസ്.
സെക്കൻഡ് പ്രിഫറൻസ് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എംപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലീക്കേജിൻ്റെ പ്രോബ്ലം ഉണ്ടാവും, സിസ്റ്റം ബൾക്കി ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് സിസ്റ്റം കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ് ഡാമ്പിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഹൈ ആണെങ്കിലും വി വിൽ ഗോ ഫോർ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്. കാരണം ഇതിൻ്റെ ഈസിനെസ് കൊണ്ടാണ്. അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള യൂസ് വരുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടും തമ്മിലുള്ള ഡ്രോബാക്സ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്ങിൻ്റെ ഡാമ്പിംഗ് ടോർക്ക് കൂടുതലാണെങ്കിലും ഇതിൻ്റെ ഡ്രോബാക്സ് കൂടുതലാണ്. സോ ഫസ്റ്റ് വിൽ ഓൾവേസ് ഗോ ഫോർ എഡി കറണ്ട് ഡാമ്പിംഗ്. പ്രാക്ടിക്കലായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സെക്കൻഡ് എപ്പോഴും നമ്മൾ എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങിലേക്ക് പോകും. തേർഡ് വൺ വിൽ ഗോ ഫോർ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്. ഓക്കെ, സോ ഈ 1, 2, 3 എഴുതിയിരിക്കുന്നത് ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡാമ്പിംഗ് ടോർക്ക് പ്രൊവൈഡഡ്. ഈ 1, 2, 3 ദ ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ, ദിസ് ഇസ് ബേസ്ഡ് ഓൺ ഹൗ യു ആർ യൂസിങ് ഇറ്റ് ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, ഇൻസ്ട്രുമെൻറ്റിൽ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഫ്ലൂയിഡ് ഫ്രിക്ഷനും എയർ ഫ്രിക്ഷനും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും വിൽ ഗോ ഫോർ എയർ ഫ്രിക്ഷൻ കമ്പയർഡ് ടു ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്. ഓക്കെ, സോ ഇൻ ദിസ് സെഷൻ നമ്മൾ ഇതിന് മുന്നേ ഉള്ള സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഇൻസ്ട്രുമെൻസിൻ്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻസിൻ്റെ 3 മെയിൻ ടോർക്കിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അതായത് ഡിഫ്ലക്ഷൻ ടോർക്ക്, കൺട്രോളിംഗ് ടോർക്ക്, ഡാമ്പിംഗ് ടോർക്കിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ഈ സെഷനിൽ വി ഹാവ് ഡിസ്കസ്ഡ് വാട്ട് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് ഡാമ്പിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന 3 മെത്തേഡ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ നെക്സ്റ്റ് സെഷനിൽ വി വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അതായത് മൂവിങ് സിസ്റ്റത്തിൽ നിന്ന് തന്നെ നമ്മൾ മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്, മെഷർമെൻറ്റ് ഓഫ് വോൾട്ടേജ്, മെഷർമെൻറ്റ് ഓഫ് കറണ്ടിലേക്ക് നമ്മൾ പാസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.